ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് എപ്പോഴത്തെ പോലെ അമ്പലത്തിൽ പോവുകയാണെന്ന്. മീനഭരണിയാണ് ലാസ്റ്റ് ഡേ ഓഫ് ദ ഉത്സവം. അങ്ങനെ നമ്മൾ ഒരുങ്ങി ചമഞ്ഞ് അമ്പലത്തിലെത്തിയപ്പോൾ പകലൊന്നും ഞാൻ പോയില്ല, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് പണി കിട്ടും, ടാൻ അടിച്ച് ഒട്ടുക്കത്തെ പണ്ടറടങ്ങിയിരിക്കുന്നു. അപ്പോൾ നേരെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി അടുത്ത കുറച്ച് പേരുടെയൊക്കെ കണ്ട് അന്നദാനമൊക്കെ കഴിച്ച്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ആളായിരുന്നു. അന്നദാനം വിളമ്പി തുടങ്ങി. ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത്ര ആൾ കണ്ടിട്ടില്ല, അത്രയ്ക്ക് ആളായിരുന്നു. ആൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ലാസ്റ്റ് കുടവും കണ്ടു. അപ്പോൾ ലാസ്റ്റ് കുടം വന്ന സമയത്ത് ഞാൻ വെയിലത്തല്ല നിന്നത്, ഞാൻ തണലത്ത് കയറി നിന്നത്. കാരണം ടാൻ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ വെയിൽ കൊണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ റാഷസും വരുന്നുണ്ട്, സൺബേൺ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തണലത്ത് മാറി നിന്ന് കുടം എല്ലാം തുള്ളുന്ന കാണുകയാണ്. കുമ്പുകുടമാണ് കേട്ടോ. അപ്പോൾ കുമ്പ് എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ കുമ്പുകുടമൊക്കെ തുള്ളി അതെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നാനാ ദിക്കിന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ കുടം ഉണ്ടായിരുന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ ലാസ്റ്റ് കുടം എത്തിയപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ബിക്കോസ് ആ സമയം ആയപ്പോഴത്തേക്കും വെയിൽ താന്നായിരുന്നു. കുടം തുള്ളി 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 ആ ഒരു സ്പിരിറ്റ് കയറി കുറേ പേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ചേട്ടനെ കൊണ്ടുപോയപ്പോൾ ഞാനവിടുത്തെ ഫിക്സ് വല്ലതും വന്നിട്ട് കൊണ്ടുപോകുന്നതായിരിക്കുമെന്ന്. പക്ഷേ അതല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു പറഞ്ഞത് ഇങ്ങനെ തുള്ളി 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 ദേവി ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതാണ്. അങ്ങനെ കുറേ പേരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാണാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചിന്തിക്കട, ഐസ്ക്രീം കട, കടല, അതുപോലെ കണ്ണാടി, ബലൂണ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുള്ള സ്ഥലം, ഈ പരിപാടി നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു തുറസായ സ്ഥലമാണ്. പിന്നെ ഒരു ചെറിയ സ്റ്റേജ് അവിടെ കെട്ടുള്ളൂ. ഒരു കുഞ്ഞ് അമ്പലമാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടാകാനുള്ള ഉച്ചയ്ക്കത്തെ പരിപാടി. അത് കഴിഞ്ഞ് കണ്ടില്ലേ ഗാനമേളയുടെ ഹൈലൈറ്റ്. ഗാനമേളയുടെ എന്നല്ല, ഇന്നലെ മീനഭരണിയുടെ മൊത്തത്തിലുള്ള ഹൈലൈറ്റ് ഈ ചേട്ടനായിരുന്നു. എല്ലാവർക്കും കട്ട സപ്പോർട്ട് കൊടുത്ത് ഡാൻസായിട്ട് ഡാൻസും പാട്ടായിട്ട് പാട്ടും ഡയലോഗും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിയാണ് ഇന്നലെ അവിടെ അടിച്ച് കസറിയത്. എല്ലാവരും പുള്ളിയുടെ ടഫ് സ്റ്റെപ്പൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പുള്ളിയുടെ ഡാൻസ് എല്ലാം കണ്ട് നമ്മൾ ഗാനമേളയൊക്കെ ഏകദേശം തീരാറായി. അപ്പം ഇനി ഗാനമേള തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകണമെന്നൊക്കെ ആണിരുന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഗാനമേള തീരാൻ നോക്കിയപ്പോഴത്തേക്കിനും അവർ നിർത്തുന്നില്ല. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ പുറകിലെല്ലാം ഭയങ്കര തുള്ളലായി. അവരും ഡാൻസ് കളിച്ച് അങ്ങനെ അവസാനം ലാസ്റ്റ് പാട്ടെന്നും പറഞ്ഞ് പാടിയ ചേട്ടനും പിന്നെ അത് നിർത്തിയിട്ട് അടുത്ത മണിച്ചേട്ടൻ്റെ പാട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങളിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പുള്ളിയുടെ ഡാൻസ് ആയിരുന്നു ഡാൻസ്. ചേട്ടൻ ഒരേ പൊളി. അപ്പോൾ ചേട്ടൻ്റെ ഡാൻസ് എല്ലാം കണ്ടിരുന്നിരുന്ന് അമ്മ എന്നോട് ചോദിച്ചു കഴിക്കാൻ വേണമെന്ന്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ എനിക്ക് റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ്. ഞാനിപ്പോൾ റെഡ് വെൽവെറ്റിന് അഡിക്റ്റാണ്. അപ്പോൾ എൻ്റെ 2 ഫേവറേറ്റ് കറണ്ട് ഐസ്ക്രീം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് റെഡ് വെൽവെറ്റും പിന്നെ നമ്മുടെ സോഫ്റ്റി. അങ്ങനെ ചിന്തിക്കടയിലൊക്കെ വന്ന് ഞാനൊരു ബുഷൊക്കെ മേടിച്ച് പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് പരിപ്പോടെയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ.